മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹിയെ വാമദേവൻ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതുകൂടി കേട്ടതിന് ശേഷം മഹിയാണെങ്കിൽ ആകെ തകർന്നു പോകുന്നു. ഇനി കണ്ണൻ അറിയാതെ വാമദേവൻ ആവശ്യപ്പെട്ട 10 ലക്ഷം രൂപ കൂടിയും പിൻവലിക്കാനായിട്ട് പറ്റില്ല എന്നും അതിലേറെ പ്രശ്നങ്ങളാകുമെന്നൊക്കെ തന്നെ അനന്തവും ലേഖയുമായിട്ട് സംസാരിച്ചതിന് ശേഷം മഹിക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ മഹി പറയുന്നുണ്ട്, താൻ അവസാനമായിട്ടൊരു തീരുമാനമെടുത്തു. ഇനിയും ഈ ഭാരം ഉള്ളിൽ കൊണ്ട് നടക്കാനായിട്ട് കഴിയില്ല. കണ്ണേട്ടൻ എന്ത് സത്യങ്ങളാണ് അറിഞ്ഞിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതുവരെയും ഞാൻ മറച്ചു പിടിച്ച ആ രഹസ്യം ഞാൻ തുറന്നു പറയാൻ പോവുകയാണെന്ന് അനന്തുവിനോടും ലേഖയോടും പറഞ്ഞതിന് ശേഷം നേരെ ചെല്ലുന്നത് കണ്ണൻ്റെ അടുത്തേക്കാണ്. അവിടെ വെച്ച് കണ്ണനാണെങ്കിൽ മഹിക്ക് മുഖം കൊടുക്കുന്നില്ലെങ്കിലും താൻ പറയാൻ വന്ന കാര്യം പറഞ്ഞിട്ടേ പോവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മഹി വാശി പിടിക്കുന്നു. അങ്ങനെ തൻ്റെ രണ്ടാനച്ഛനാണ് കണ്ണേട്ടൻ്റെ അച്ഛൻ സഞ്ചരിച്ച ആ ഒരു ബൈക്കിലേക്ക് ഇടിച്ചു കയറിയതെന്നും ഇത്രയും കാലം മറച്ചു പിടിച്ചതിൻ്റെ കാരണം പേടിച്ചിട്ട് തന്നെയാണെന്നും കണ്ണേട്ടൻ തന്നെ വെറുത്തു പോകുമെന്ന് ഭയന്നു എന്നൊക്കെ മഹി പറയുന്നു. എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോളാനായിട്ട് കണ്ണൻ പറയുമ്പോൾ ഒന്നും പറയാതെ അവൾ മാപ്പ് ചോദിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങുകയാണ്. അവസാനമായിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് കണ്ണനും. അങ്ങനെ മഹി പോയതിനു ശേഷം താൻ എന്തിനാണ് മഹിയോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നതെന്നൊക്കെ കണ്ണൻ സ്വയം ചിന്തിക്കുകയാണ്. അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്നും കണ്ണൻ ചിന്തിക്കുന്നു. പിന്നീട് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന മഹിയെയും കാത്ത് അനന്തവും ലേഖയും ഇരിക്കുന്നുണ്ട്. പെട്ടെന്നാണ് മഹിയുടെ കാറ് വരുന്നത് കാണുന്നതും മഹി അതിൽ നിന്നും ഇറങ്ങുന്നതും ബോധം കെടുന്നത് പോലെ വീഴാൻ പോകുന്നതും അത് കാണുമ്പോൾ തന്നെ അനന്തവും ലേഖയും ചെന്ന് താങ്ങി പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് എത്തിയതിന് ശേഷം അനന്തുവിനോട് ലേഖ പറയുന്നുണ്ട്, കണ്ണേട്ടനെ വിളിച്ച് വിവരങ്ങൾ അറിയിക്കണമെന്ന് അനന്ത് പറയുകയാണ്. അതിന് മുമ്പായിട്ടൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞ് തോമസ് വൈദ്യനെ വിളിച്ച് വരുത്തുകയാണ്. അങ്ങനെ തോമസ് വൈദ്യൻ്റെ സിസ്റ്ററാണല്ലോ നമ്മുടെ ഡോക്ടർ, ഗൈനക്കോളജിസ്റ്റ്, അദ്ദേഹത്തിനോട് ആ ഒരു ഡോക്ടർ പറയുന്നുണ്ട്, കണ്ണൻ പ്രായത്തിലും പക്വത കാണിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള വ്യക്തിത്വമാണ്. അയാളിൽ നിന്നും ഒരിക്കലും സംഭവിക്കാൻ പെടാത്ത കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. അമ്മയാണ് മഹാലക്ഷ്മി, അവൾക്കിപ്പോൾ സ്വയം ശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. ഓക്സിജൻ്റെ ലെവൽ കുറഞ്ഞു വരികയാണ്. അത്രയ്ക്കും എന്തോ വലിയ ടെൻഷൻ അയാളിൽ ഉണ്ടായിട്ടുണ്ട്. അമ്മ ശ്വസിക്കാതിരിക്കുമ്പോൾ കുഞ്ഞിൻ്റെ കാര്യം പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. അറിയാമല്ലോ, ചേട്ടൻ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ കണ്ണനെ വിളിച്ച് അറിയിക്കണം. പറ്റുമെങ്കിൽ അയാളോട് ഇങ്ങോട്ട് വരാനായിട്ട് പറയണം. ആ കുട്ടി ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ തൻ്റെ ഭർത്താവായിരിക്കണം കൂടെ അല്ലെങ്കിൽ പരിചരിക്കാനും കൂടെ നിൽക്കാനും മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്യാനും ഒക്കെ തന്നെ വേണ്ടത് ഭർത്താവാണെന്നുള്ള കാര്യം അറിയാമല്ലോ. അവൾ അതാണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ കണ്ണനെ വിളിച്ച് താൻ സംസാരിക്കാമെന്നും തോമസ് വൈദ്യൻ പറയുന്നു. പിന്നീട് അനന്തവും ലേഖയും എന്താണ് കാര്യങ്ങളെന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് പുറത്തിരിക്കുകയാണല്ലോ. തോമസ് സാറിനെ കാണുമ്പോൾ തന്നെ അവർ വന്ന് ചോദിക്കുന്നുണ്ട്, സാറേ എന്താ ഡോക്ടർ പറഞ്ഞ്, മഹിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ മഹിയുടെ ഓക്സിജൻ ലെവൽ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്, അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്നും കണ്ണൻ്റെ സാമീപ്യമാണ് ഇപ്പോൾ ആവശ്യമെന്നും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. കണ്ണൻ ഇത്രയും വലിയ മണ്ടത്തരം കാണിക്കരുതായിരുന്നു. അല്ലെങ്കിലും മഹാലക്ഷ്മി എന്ത് തെറ്റാ ചെയ്തത്? മറച്ചു പിടിച്ചു സത്യം തന്നെ. പക്ഷെ അത് കണ്ണനെ വൈകാരികമായിട്ടുള്ള രീതിക്ക് ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമല്ലേ ആ കുട്ടി അതൊക്കെ മറച്ചു പിടിച്ചത്. മഹാലക്ഷ്മിയെ പോലെയുള്ളൊരു പെൺകുട്ടിയെ ഒരിക്കലും കണ്ണൻ തള്ളിക്കളയരുതായിരുന്നു. കണ്ണന് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ് എന്ത് തെറ്റാ മഹി ചെയ്തതെന്ന്. അങ്ങനെ അനന്തവും ലേഖയും പറയുന്നുണ്ട്, ഇതുതന്നെയാണ് ഞങ്ങൾ ആവർത്തിച്ച് അവനോട് ചോദിച്ചത്. അപ്പോഴേക്ക് ഞങ്ങളെ അവിടെ നിന്നും ആട്ടിവിടുകയാണ് ചെയ്തത്. കണ്ണൻ്റെ ഭാഗത്തു നിന്ന് ആലോചിച്ചാലും അവരും വലിയ നഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതറിയുന്ന ഏകസാക്ഷി മറച്ചു വെച്ചതിൻ്റെ ദേഷ്യവും, അതും തൻ്റെ ജീവന് തുല്യം സ്നേഹിക്കുന്ന മഹാലക്ഷ്മി. എല്ലാവരുടെ ഭാഗത്തും ന്യായമുണ്ട്. പക്ഷേ ഇപ്പോൾ മഹാലക്ഷ്മിയുടെ അവസ്ഥയ്ക്ക് ഒരിക്കലും കണ്ണൻ പെരുമാറാൻ പാടാത്ത രീതിക്കാണ് സാറേ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. സാർ തന്നെ വിളിച്ചറിയിക്കണം. ഞങ്ങൾ വിളിച്ചറിയിച്ചാൽ അവൾ ഒരുപക്ഷെ വരില്ല എന്നൊക്കെ പറയുകയാണ്. ഞാൻ തന്നെ വിളിക്കാം, അത് തന്നെയാണ് ഞാനും തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തോമസ് സാറാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് കണ്ണനെ വിളിക്കുന്നുണ്ട്. ആ സാറോ, എന്താ സാറേ? കണ്ണൻ്റെ കാര്യങ്ങളൊക്കെ ഞാനും ഏകദേശം അറിഞ്ഞു. പിന്നെ താനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ മഹാമണ്ടത്തരമാണെന്ന് പറയുമ്പോൾ സാർ എന്താ ഈ പറയുന്നതെന്ന് കണ്ണൻ ചോദിക്കുന്നു. തൻ്റെ ഭാര്യയുണ്ടല്ലോ, തന്നെ കാണാൻ വന്നതിന് ശേഷം അവളിപ്പോൾ നേരെ ഹോസ്പിറ്റലിലാണ്, ഇവിടെ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. കുറച്ച് സീരിയസ് ആണ്, ICU ആണെന്നൊക്കെ പറയുമ്പോൾ കണ്ണനാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അത് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് ഇവിടെ നേരിട്ട് വന്ന് അവളോടൊപ്പം കുറച്ച് നേരം ഇരിക്കുന്നതല്ലേ. ആ കുട്ടി ഇപ്പോൾ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. ഡോക്ടർ ആ മെഡിസിൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, ഭർത്താവിൻ്റെ സാമീപ്യം. കണ്ണന് പറ്റുമെങ്കിൽ അവളോട് ഇനി ദേഷ്യപ്പെടാതെ മുന്നോട്ട് പോവുക. മഹാലക്ഷ്മി അവളെ എനിക്കറിയുന്ന പെൺകുട്ടിയാണ്, ഒരിക്കലും തെറ്റുകൾ ചെയ്യില്ല. കണ്ണൻ തന്നെ ആലോചിച്ചാൽ അത് മനസ്സിലാവുന്ന കാര്യമാണ്. കണ്ണൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് എത്തുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തോമസ് സാറാണെങ്കിൽ ഫോൺ വയ്ക്കുകയാണ്. കണ്ണനാണെങ്കിൽ ആകെ പകച്ചു പോകുന്നുണ്ട്. മാത്രമല്ല ഒരു നിമിഷം പോലും അവൻ വൈകാതെ ഹോസ്പിറ്റലിലേക്ക് വെച്ച് പിടിക്കുകയാണ്. പിന്നീട് എല്ലാം കൊണ്ടും
അനന്തവനും ലേഖയ്ക്കും ചെറിയൊരു ആശ്വാസമൊക്കെ ആവുന്നുണ്ട്. തോമസ് സാറിനോട് നന്ദിയും പറയുന്നു. നന്ദിയൊന്നും വേണ്ട എന്നും ഇത് തൻ്റെ കടമയാണെന്നും മഹാലക്ഷ്മിയും കണ്ണനും എന്നേക്കുമായിട്ട് സന്തോഷത്തോടെ ഇരിക്കണമെന്ന് താൻ ഒരുപാട് ആഗ്രഹിച്ച കൂട്ടത്തിലുള്ള ആളാണെന്നും തോമസ് സാർ പറയുന്നുണ്ട്. അങ്ങനെ മഹിയെ കടനായിട്ട് കണ്ണെത്തുന്നു. അതിനുശേഷം എല്ലാം മറന്ന് മഹാലക്ഷ്മിയെ കാണാനായിട്ട് അവൻ പോകുന്നുണ്ട്. എന്നിട്ട് മഹിയുടെ കയ്യിൽ പിടിച്ച് താൻ ചെയ്തത് തെറ്റാണെന്നും തന്നോട് ക്ഷമിക്കണമെന്നും നമ്മുടെ കുഞ്ഞിന്റെ കാര്യം പോലും ഓർത്തില്ല എന്നും അപ്പോഴത്തെ ആ സങ്കടത്തിന് പുറത്താണ് അങ്ങനെയൊക്കെ ചെയ്തു പോയതെന്നൊക്കെ പറയുമ്പോൾ കണ്ണേട്ടനെ എനിക്ക് മനസ്സിലാവും. പക്ഷേ കണ്ണേട്ടന് തന്നെ അറിയാം, കണ്ണേട്ടനില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല. അത്രയ്ക്കും എൻ്റെ ജീവനാണ്. ഇനി എൻ്റെ കണ്ണേട്ടൻ ഒരിക്കലും എന്നെ തെറ്റിദ്ധരിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ മഹിക്കൊപ്പം തന്നെ താൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് കണ്ണനാണെങ്കിൽ ഒന്നും നോക്കുന്നില്ല. മഹി ഏറെ ആരാധിക്കുന്ന ആ ഒരു ക്ഷേത്രത്തിലേക്ക് തന്നെ പോകുന്നു. എന്നിട്ട് മനസ്സൊരുക്കി തൻ്റെ കുഞ്ഞിനും മഹിക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവിടെ വെച്ച് അവൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതുപോലെ തന്നെ ആ അമ്മയെ കാണുന്നു. അമ്മയോട് കണ്ണൻ ചോദിക്കാതെ തന്നെ അമ്മ ഇങ്ങോട്ട് പറയുന്നുണ്ട്, മോൻ ഒരു കാരണവശാലും പേടിക്കണ്ട. ഇപ്പോഴത്തെ മോന്റെ അവസ്ഥ എന്താണെന്നും മഹിക്ക് സംഭവിച്ച ദുരന്തത്തെക്കുറിച്ചും നന്നായിട്ട് അറിയാം. ആ കുട്ടിക്കും ആ കുട്ടിയുടെ ഉദരത്തിലിരിക്കുന്ന കുഞ്ഞിനും യാതൊരു പ്രശ്നവും സംഭവിക്കില്ല. ആ കുഞ്ഞ് സേഫായി തന്നെ പുറത്തു വരും. പിന്നെ നിങ്ങൾ എന്ത് കാരണവശാലും പിരിയരുത്. നിങ്ങളെ പിരിക്കാനായിട്ട് ശത്രുക്കൾ നടക്കുമ്പോൾ അവരുടെ മുന്നിൽ സ്ട്രോങ് ആയി നിൽക്കുകയാണ് വേണ്ടതെന്നും മഹി ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നും ഇപ്പോഴും അവളെ വേട്ടയാടാൻ വേണ്ടി ഒരുപാട് പേർ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്നൊക്കെ തന്നെ കണ്ണനോട് പറയുന്നു. അതിലൊക്കെ തന്നെ കാവലായി നിൽക്കേണ്ടത് മോനാണെന്നും ഒരു കാരണവശാലും ആ കുഞ്ഞിനെ കൈവിട്ട് കളയരുതെന്നൊക്കെ പറഞ്ഞ് അമ്മയാണെങ്കിൽ കണ്ണനെ ഉപദേശിക്കുകയാണ്. കണ്ണനും അത് തീരുമാനിക്കുന്നു. ഇനിയും മോൻ അറിയാൻ കുറച്ചധികം സത്യങ്ങൾ കൂടിയുണ്ട്. അത് വൈകാതെ തന്നെ അറിയുമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അവിടെ നിന്നും പോവുകയാണ്. എന്തായാലും കണ്ണൻ ചെയ്ത മണ്ടത്തരം വലിയ മണ്ടത്തരമായി പോയി തന്നെ കണ്ണനും ബോധ്യപ്പെടുന്നുണ്ട്. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ.